എന്തായി തീരുമാനം? ഞാൻ കേസ് പിൻവലിക്കണോ വേണ്ടേ? നിങ്ങൾ നല്ലൊരു കച്ചവടക്കാരനാ, അതാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. കൊടുക്കൽ വാങ്ങലില്ലാതെ എന്തോ ജീവിതമാ സാറേ. നമ്മൾ മക്കളെ വളർത്തുന്നത് പോലും വയസ്സുകാലത്ത് അവർ നമ്മളെ നോക്കുമെന്നുള്ള പ്രതീക്ഷയിലല്ലേ. എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്ന സാധനം കരകാഞ്ഞു പോവും. പറയേണ്ടതൊക്കെ ഞങ്ങൾ അവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സമ്മതം എന്നൊരു വാക്ക് അവന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. വാങ്ങാൻ നിങ്ങൾക്ക് മിടുക്കില്ലെന്ന് പറ. വെറുതെ ഒന്നുമില്ലല്ലോ. ഇങ്ങോട്ടൊരു പാലമിട്ട അങ്ങോട്ട് വിടും. ആരുടെ ഓശാരൊന്നും നടേശന് വേണ്ട. മാന്യമായ ഡീല് അതാ മുന്നോട്ട് വെച്ചത്. സമ്മതിച്ചില്ലെങ്കിൽ വേണ്ടെന്നേ, അനുഭവിക്കട്ടെ. കേസിൽ ശിക്ഷിക്കപ്പെട്ട് മനോഹരൻ അകത്ത് കിടക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. അച്ഛനൊന്ന് സമാധാനപ്പെട്, സിദ്ധുണ്ടെന്ന് ആലോചിക്കട്ടെ. ഇതിൽ കൂടുതൽ എന്താ ആലോചിക്കാനുള്ളത്? ഏത് കണ്ണുപെട്ടനും ഒരു നിമിഷം കൊണ്ട് തീരുമാനം എടുക്കാവുന്നല്ലേ ഉള്ളൂ. ദേവിയേക്കാളും മോശമൊന്നുമല്ലല്ലോ നീ. ഇത് അഹങ്കാരമാ. അല്ല, അതിനുള്ള മരുന്ന് വേറെ ഉണ്ട്. എന്താ മരുന്ന്? എനിക്കാണെങ്കിലേ അന്ന് ആ ഹൃദയം മാറ്റിവെച്ചതിന് ശേഷം മരുന്നെന്ന് കേട്ടാ അപ്പ കഴിക്കാൻ തോന്നും. സിദ്ധു, വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോടാ സംസാരിക്കുന്നേ? തീരുമാനം അറിയാനാ ചന്ദ്രയുടെ അച്ഛൻ വന്നിരിക്കുന്നത്. തീരുമാനം ഞാൻ അറിയിക്കാം. ഇപ്പോ പോവാൻ നോക്ക്. ഈ ഇഷ്ടമെന്ന് പറയുന്ന സാധനത്തിന്റെ കുഴപ്പമെന്താണെന്നറിയോ? അത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. മനസ്സല്ലേ സാറേ, മനുഷ്യനല്ലേ. ഈ മൊബൈൽ കുത്തുന്നത് പോലെ കുത്തിയാലൊന്നും കാര്യം നടക്കില്ലല്ലോ. നടക്കോ? മറുപടിയൊക്കെ ഞാൻ അറിയിക്കാം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അതുവരെ കാത്തിരുന്നേ പറ്റൂ.